നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് റിപ്പോർട്ടർ ചാനലിലെ ഒരു ജോലിക്കാരിയായിരുന്നു ഞാനും. ഏറെ അഭിമാനത്തോടു കൂടിയാണ് MV നികേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ടർ ചാനലിൽ പ്രവർത്തിച്ചതും ചേരാൻ തീരുമാനമെടുത്തതും. എന്നാൽ പിന്നീട് കേരളീയ പൊതുസമൂഹത്തിൽ മാധ്യമരംഗത്ത് ഏറ്റവും അവമതിപ്പും മലീമസവുമായ ചാനലായി റിപ്പോർട്ടർ ചാനൽ പരിണമിക്കുകയായിരുന്നു. MV നികേഷ് കുമാർ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി ആ സ്ഥാപനം മറ്റൊരു മരം വെട്ടുകാരന് കൈമാറുകയായിരുന്നു. മരം കൊള്ളക്കാർക്ക് ഈ ചാനൽ കൈമാറിയതോടുകൂടി യാതൊരു എത്തിക്സും ഇല്ലാത്ത ചാനലായി ആ ചാനൽ മാറി. ദിലീപിന്റെ വിഷയം മുതൽ തന്നെ, ആ സമയത്തും ഈ ദിലീപിന്റെ പ്രശ്നമുണ്ടാകുന്ന കാലഘട്ടം മുതൽ തന്നെ റിപ്പോർട്ടർ ചാനലിൽ മരം വെട്ട് തൊഴിലാളികളുണ്ട്. ഈ മരം വെട്ടുകാർ വന്നതോടുകൂടി വലിയ പ്രതിസന്ധിയാണ് ചാനൽ രംഗത്ത് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചുനാൾ മുമ്പ് രണ്ടാമത് ചാനൽ റീലോഞ്ച് ചെയ്തപ്പോൾ ഒരു ഭാഗത്ത് സംഘപരിവാർ അനുഭാവിയാണെന്ന് തോന്നുകയും സംഘപരിവാറിന് കൂടുതൽ സ്പേസ് കൊടുക്കുന്നു എന്ന് വരുത്തി തീർക്കുകയും ചെയ്ത് മറ്റൊരിടത്ത് ഇടതുപക്ഷത്തെ തഴുകിത്തലോടി മുന്നോട്ട് പോകുന്ന ചാനലിനെയാണ് നമ്മൾ കണ്ടത്. അതിന്റെ ഫലം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ആന്റോ മുതലാളിക്ക് 59 ലക്ഷം രൂപ റോക്കറ്റ് വേഗത്തിൽ ഫയൽ നീക്കി ഇപ്പോൾ ടൂറിസം വകുപ്പ് നൽകിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമൊക്കെയായി ബന്ധപ്പെട്ട് CPM പ്രതിസന്ധിയിലാകുമ്പോഴെല്ലാം ഒരു പാർട്ടി ചാനൽ കൈരളിയേക്കാൾ ഉപരി, കൈരളി 2ഓ 3ഓ സ്ഥാനത്തെ വരികയുള്ളൂ, അത്രയേറെ വലിയ രീതിയിൽ CPM-നോട് ചേർന്ന് നിന്ന് CPM-ന് വേണ്ടി കുഴലൂട്ട് നടത്തിയ ആന്റോ മുതലാളിക്ക് കിട്ടിയ പ്രതീതിയാണ്, അല്ലെങ്കിൽ അതിന് കിട്ടിയ പ്രീതി, അതിന് കിട്ടിയ പണമാണ് ഈ 59 ലക്ഷം രൂപ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിണറായിയുടെ ആന്റോ പ്രീതിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ട് ഫയൽ നീങ്ങിയത് കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഇഷ്ട ചാനലുകൾക്ക് പണം വാരിക്കോരി കൊടുക്കുന്ന കാര്യത്തിൽ ഒരു കുറവും ഇവർ വരുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും സ്തുതിക്കുന്ന റിപ്പോർട്ടർ TVക്ക് ഇപ്പോൾ ടൂറിസം വകുപ്പിന്റെ വകയായി ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ് നേരിട്ടിടപെട്ട് ഈ തുക ഇപ്പോൾ ആന്റോ മുതലാളിക്ക് കൈമാറി. 50 ലക്ഷം രൂപയും 18% GSTയും ചേർന്ന് 9 ലക്ഷം രൂപ അടക്കമാണ് പൊതുമുതലിൽ നിന്ന് ചാനലിന് വേണ്ടി പണം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിനെ പരം ഞെട്ടിപ്പിച്ച രീതിയിലുള്ള റോക്കറ്റ് വേഗത്തിലുള്ള ഫയൽ നീക്കമായിരുന്നു നടന്നത്. സാധാരണഗതിയിൽ ഒരു ഫയൽ സർക്കാർ ഓഫീസുകളിൽ എത്തിയാൽ മാസങ്ങളോളം അത് ചുവപ്പ് താടയിൽ കുരുങ്ങിക്കിടക്കുന്ന നമ്മൾ കാണുന്നതാണ്. എന്നാൽ റിപ്പോർട്ടർ TV ഉടമ ആന്റോ അഗസ്റ്റിന്റെ ഫയലുകൾ റോക്കറ്റ് വേഗത്തിലാണ് നീങ്ങുന്നത്. അവിശ്വസനീയമായ വേഗത ആ ഫയലുകൾക്ക് ലഭ്യമാകുന്നുണ്ട്. വെറും 17 ദിവസത്തിനുള്ളിലാണ് ഈ 59 ലക്ഷം രൂപ അനുവദിക്കാനുള്ള ഫയൽ നീങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള ടൂറിസത്തെ കുറിച്ച് 15 ദിവസത്തെ ക്യാമ്പയിൻ നടത്താൻ 50 ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ട് റിപ്പോർട്ടർ TV ടൂറിസം ഡയറക്ടർക്ക് പ്രപ്പോസൽ നൽകിയിരുന്നു. ഫെബ്രുവരി 18-ന് ടൂറിസം ഡയറക്ടർ ഈ അപേക്ഷയിൽ അനുകൂല ശുപാർശ നൽകിക്കൊണ്ട് മന്ത്രി PA മുഹമ്മദ് റിയാസിന് കൈമാറി. അതായത് ഫെബ്രുവരി 3-നാണ് ഈ ഫയൽ നൽകിയത്. ഈ ഫയൽ ഫെബ്രുവരി 18 ആയപ്പോഴേക്കും ടൂറിസം ഡയറക്ടർ പ്രോജക്റ്റ് നൽകി ഏതാണ്ട് 15 ദിവസത്തിനുള്ളിൽ തന്നെ ടൂറിസം ഡയറക്ടർ ഈ അപേക്ഷയിൽ അനുകൂല ശുപാർശ നൽകിക്കൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിന് കൈമാറി. ഫെബ്രുവരി 20-ന് മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിക്കുന്നു. GST ഉൾപ്പെടെ 59 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി എന്നാണ് പുറത്തുവരുന്ന വിവരം. സർക്കാരിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാനും 24 മണിക്കൂറും മുഖ്യമന്ത്രിയെ പുകഴ്ത്താനും മുൻപന്തിയിലുള്ള ചാനലാണ് റിപ്പോർട്ടർ ചാനൽ എന്ന് നമുക്കറിയാം. നേരത്തെ തന്നെ ഇതിനുള്ള സംവിധാനം റിപ്പോർട്ടർ ഒരുക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിനുള്ള പ്രത്യുപകാരമായാണ് ടൂറിസം വകുപ്പ് ഈ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ആരോപണം ഉയർത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇവരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 15 ദിവസം നടക്കുന്ന ക്യാമ്പയിനായിട്ടാണ് 50 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത്. ഇതിലെ അഴിമതി, വലിയ രീതിയിൽ അഴിമതിയുണ്ട് എന്ന് ചർച്ച ചെയ്യപ്പെടുന്നു. ആന്റോ അഗസ്റ്റിനും സർക്കാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം നമുക്ക് അറിയാവുന്നതാണ്. മുട്ടിൽ മരമുറി കേസടക്കം പ്രതിക്കൂട്ടിലായി ആന്റോ അഗസ്റ്റിനും സർക്കാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. അവരുടെ അവിശുദ്ധ കൂട്ടുകെട്ടിലുള്ള തെളിവാണ് ഈ ധനസഹായം. സോഷ്യൽ മീഡിയയിൽ അടക്കം ഇതിന് വിമർശനം ഉയരുമ്പോഴും ഒരു അനക്കവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് ശമ്പളം നൽകാനോ പെൻഷൻ നൽകാനോ പോലുമുള്ള പണം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലില്ല. അതൊക്കെ വേണമെങ്കിൽ ഇനി കടമെടുക്കണം. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണമില്ലാതെ ട്രഷറി നിയന്ത്രണം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇഷ്ടക്കാർക്ക് വേണ്ടി എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് 59 ലക്ഷം രൂപ നൽകുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരള ടൂറിസത്തിന്റെ പ്രചരണം എന്ന പേരിൽ നടക്കുന്നത് പിണറായി വിജയന്റെ പ്രതിച്ഛായ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പിണറായി വിജയനുമായുള്ള അഭിമുഖവും ഇവർക്കെല്ലാം ലഭ്യമാകുന്നുണ്ട്. ഏതായാലും PRD-യും
അതുപോലെ തന്നെ എല്ലാ വകുപ്പുകളിൽ നിന്നും പണം എടുത്തുകൊണ്ട് ചാനലുകാരെ സ്വാധീനിച്ചുകൊണ്ടുമൊക്കെ ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാവങ്ങൾക്ക് കൊടുക്കാൻ പണമില്ലാതിരിക്കുമ്പോഴാണ് മരം വെട്ടുകാരായ മുതലാളിമാർക്ക്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള കള്ളപ്പണമുള്ള മുതലാളിമാർക്ക് വീണ്ടും 59 ലക്ഷം രൂപ കൂടി സർക്കാർ പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും ഒക്കെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനായി നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.